ഹായ് ഹലോ. വരാൻ ലേറ്റായി. മിനിയാന്നിട്ട വീഡിയോ ആണ്. ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മുടെ അന്നേട്ടന് പനി. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കമൻറ്റിനുള്ള മറുപടിയും നോക്കാം. എന്തുകൊണ്ടാണ് കമൻറ്റിന് മറുപടി കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ആദ്യമേ തന്നെ പറയാം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. പിന്നെ കമൻറ്റിന് മറുപടി കൊടുക്കുന്നത് ഞങ്ങളെ ആര് കണ്ടാലും ആദ്യം പറയല് നിങ്ങളുടെ കമൻറ്റ് ഞങ്ങൾ കണ്ടു എന്നാണ്. അപ്പോൾ കമൻറ്റ് കാണുമ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കേട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ കമൻറ്റിന് മറുപടിയായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യ കമൻറ്റ് ആരുടേതാന്ന് നോക്കാം. ആദ്യ കമൻറ്റ് ഒരു അനീഷ് വി. ജിതേഷിനൊന്നും മറുപടി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. പട്ടിയുടെ വാല് പോലെയാണ്. സത്യം. ജിതേഷ് ആരാന്ന് മനസ്സിലായോ? ജിതേഷ് 920. ഞാൻ ഫേഷ്യൽ ചെയ്തെടുക്കുന്നു ആ വ്യക്തിയാട്ടോ. അത് വെറും ഫേഷ്യൽ അല്ല, ഷിറ്റ് ഇട്ടിട്ട് ഫേഷ്യൽ ചെയ്തെടുക്കുന്നതാണ്. അവന് എൻ്റെ ഷിറ്റ് ഇടുന്നത് കാണണം എന്നൊരാഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഷിറ്റ് ഇടുന്നത് കാണുന്നത് മാത്രമല്ല, അതുകൊണ്ട് ഞാൻ ഫേഷ്യലും ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഒരു ജോർജ് തോമസ്. ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണ്. അതവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവേ, ചേട്ടാ മറച്ചു വെച്ചു അല്ലേ കൊച്ചുകള്. അടുത്തുണ്ട് ജോർജ് തോമസ്. ജസ്ന, ഐ ലവ് യു. ജോർജ് ഏട്ടാ, എനിക്ക് ഒന്നെങ്കിൽ ഇവനാ അല്ലേ ജോർജ് ഏട്ടനാ. രണ്ടാളെയും കൂടി കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. ഞാൻ രണ്ടാളെയായി പോവും. ആയിക്കൊണ്ട് എനിക്ക് അത് പറ്റൂല. തൽക്കാലം ഞാൻ ഇവന്റെ മുറി തന്നെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഞാൻ മനസ്സിലാക്കാതെ പോയ പ്രണയല്ലേ. പിന്നെ അടുത്തത് ദോഹ, ഖത്തർ. എന്നാലും ജോർജ് ഏട്ടൻ പോവാണെന്ന് സങ്കടമുണ്ട്. ജസ്ന ഹായ്. ഹായ്. ജിതേഷ് ഏട്ടൻ വന്നിക്കല്ലോ. ജിതേഷ് 920. ജിതേഷ് ഏട്ടന് കിട്ടിയാ പോരാ തോന്നുന്നു. ജസ്ന, ഇത് ടോയ്ലറ്റിൽ സാധാരണ തൂറാൻ വേണ്ടി ഇരിക്കുന്നത് അല്ലടാ, ഞാൻ പറമ്പില്ലാതെ സാധാരണ തൂറാൻ വേണ്ടിട്ട് ഇരിക്കല്. നീ എവിടാ ഇരിക്കാറ്? ടോയ്ലറ്റിലാ? ഏതാനും വേണ്ടി ഇരിക്കുന്നതല്ലേ പറഞ്ഞേ. പിന്നെ അത് ഇന്ത്യൻ ഓർ യൂറോപ്യൻ രണ്ടുണ്ടടാ വീട്ടില്. നിനക്ക് ഏയിലത്താ വേണ്ടത്. നീ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടോ. യൂറോപ്യനിലെ തന്നെ അങ്ങോട്ട് കോരി എടുക്കുന്നില്ല. അതാകുമ്പോ അടി കുത്തുന്ന മതി. കൈത്താട് താത്തിയും കിട്ടാ മതി. താത്തിങ്ങാണ് നല്ലോണം അങ്ങ് ഒരത്തി തരുന്നുണ്ട്. പ്ലീസ് റീപ്ലൈ നമ്മൾ കൊടുത്തു. പിന്നെ സെമീറ, മുംതാസ്, റിസ്വാന, റോസ്ന, നെയിം ഓഫ് ദ മുസ്ലിം ഗേൾസ് ഡ്യൂറിങ് മൈ സ്കൂൾ ടൈം. അതിന് ഞങ്ങൾ എന്താക്കണോ? തലയും കുത്തിക്കണോ? ജിതേഷ് എന്ന് പറയുന്ന 920 എന്ന് പറയുന്ന വ്യക്തി ജന്മനാ മണ്ടനാണെന്നുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇല്ലെങ്കിൽ അവന്റെ ഡാഡിക്കും മമ്മിക്കും പറ്റിപ്പോയൊരു കയ്യബദ്ധം. അതല്ലാണ്ട് ഒരു കാര്യമല്ലാണ്ട് എന്താ പറയാ, അങ്ങനെയല്ല എന്തോന്നുണ്ട്. ഈ ഒരു വീഡിയോനും നമ്മൾ പറഞ്ഞ ടോപ്പിക്കിനും ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് ആശാൻ പറയുന്നത്. സെമീറ, മുംതാസ്, റിസ്വാന, റോസ്ന അവരുടെ ക്ലാസ്മേറ്റ് ആണല്ലേ, മുസ്ലിം ക്ലാസ്മേറ്റ് ആണല്ലേ പഠിക്കുന്ന സ്കൂൾ ടൈമിൽ. അതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. ആദ്യവും പറഞ്ഞത് യൂറോപ്യൻ ആണോ സാധാ കക്കൂസ് ആണെന്ന്, പിന്നെ പറഞ്ഞത് ടോയ്ലറ്റിലാണോ തൂറുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൂറാൻ വേണ്ടി ഇരിക്കുന്നതാണെന്ന്. അവസാനം പറഞ്ഞ ഡയലോഗ് ഈ 4 കുട്ടികളെ സ്കൂൾ ടൈമിൽ പഠിച്ചത്. ഇത് തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു ലോജിക്കും ഇല്ല. പറഞ്ഞൊരു കാര്യമല്ല വിട്ടേ. അല്ല, ജിതേഷ് ഏട്ടന്റെ ഡാഡ് മമ്മ നിങ്ങൾക്ക് വായ നട്ടാ പോരായിരുന്നു. എന്ത് പാടിയിട്ട് ആദ്യമൊക്കെ ലവ് യു ബോത്ത് അരുൺ, ലവ് യു ബോത്ത് എന്നാണ്. ഷജീന ഹാർട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു അശോക് കുമാർ എന്തോ ഒരു കമന്റ് ഒക്കെ ഇതിനു മുമ്പ്, ഇവൾക്ക് കമന്റ് ഇടാതിരിക്കുക, ഓരോ കമന്റിനും നല്ല പൈസ കിട്ടും. എന്റെ പൊട്ട മണ്ണുടി എന്തു മരമോന്താ എന്ത് പൊട്ടറാ. എന്നിട്ട് രസം എന്താണെന്നറിയോ? ഈ അശോക് 1 2 3 കമന്റ് ഇട്ടേ. ഈ നാടിന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഗൈസ്. കാരണം അശോക് കുമാർ അയച്ച കമന്റ് ആണ്, ഇവൾക്ക് കമന്റ് ഇടാതിരിക്കുക, ഓരോ കമന്റിനും നല്ല പൈസ കിട്ടുന്നു. ഈ പൊട്ടർ അയക്കതാ. ഈ അശോക് കുമാർ തന്നെ ആളയച്ചതാ, കണ്ടില്ലേ? എന്നിട്ട് താഴെ വരെയുള്ള 3 കമന്റാ. 3 കമന്റ്. എന്ത് പൊട്ടറാ നോക്കി ഇയാള്. നിരപരാധിയായ ആളുകളെ ചീത്ത വിളിക്കുന്ന ഇവളുടെ ചാനൽ ദയവ് ചെയ്ത് ബാൻ ചെയ്യുക. നിന്റെ തന്ത വ്യാച്ച നടക്കൂല. നിരപരാധിയായ ഒരാളെയും കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവുന്ന നോക്കിട്ടോ അശോക് കുമാർ.
അയ്യോ ഇനി നോക്കേണ്ട ഇങ്ങൊക്കെ അതിന്റെ മണപ്പിച്ച് നടക്കുന്നതായിരിക്കും. ധൈര്യമുണ്ടെങ്കിൽ ഐഡിയിലേക്ക് വാ, ഫേക്ക് അല്ലാണ്ട് നല്ല ഐഡിയിലേക്ക് വാ. എന്താ വിവരം കെട്ടവളെ പറയുന്നവരെ പറയുക, വീട്ടിലിരിക്കുന്ന അമ്മയും അച്ഛനെയും പറയരുത്. പറയണം, കാരണം അമ്മയും അച്ഛനുമാണ് ഇവരൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ തന്നെ പറയണ്ടേ അശോകേട്ടാ. അതിന് മോൻ അയച്ചന്, അതായത് അശോക് കുമാർ അയച്ചതിന് റീപ്ലൈ വന്നേക്ക്. അപ്പോൾ അരുണിന്റെയും ജസ്റ്റിയുടെയും മാതാപിതാക്കളെ പറയുന്നവരോ, അവർക്ക് ഇവരെ പറഞ്ഞാൽ പോരെ, എന്തിനാ വീട്ടിലുള്ളവരെ പറയുന്നത്? കറക്റ്റ് അല്ലേ? എൻ്റെ അശോക ഇനി മനസ്സിലാക്കേണ്ട കാര്യം, അശോക എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വയസ്സിന് മൂപ്പുണ്ടാവും, എന്നാലും ഞാൻ ഇടാതെ പിടിക്കും. കാരണം ഇനിയൊക്കെ പറയുന്ന കാര്യം മനസ്സിലാക്കേണ്ട ഒരു ഇതുമില്ല. എൻ്റെ വീട്ടിലുള്ളവരെ പറഞ്ഞാൽ ഞാൻ പറയും. അതിനിപ്പോൾ ഇനിയാണെങ്കിൽ അതിൻ്റെ പൊരയിൽ വന്ന് ഞാൻ തല്ലും. എനിക്കിപ്പോൾ അശോകനായാലും രമണനായാലും ഒക്കെ കണക്കാ. അപ്പൊ എന്റെ വീട്ടുകാരെ പറഞ്ഞ കൊണ്ടാണ് ഞാൻ ഓളെ വീട്ടുകാരെ പറഞ്ഞത്. ഇനി അനക്കെന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ പഠിപ്പിച്ച് നടക്കുന്നതിനെ കൊണ്ട് അശോക ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ അശോകന്റെ ഐഡിയ എന്താ വെച്ചാൽ ഹാഷ്ടാഗ് വെച്ചിട്ട് അശോക് കുമാർ Q1R7C. അശോകേട്ടന്റെ വൈഫ് കേൾക്കുന്നുണ്ടേ, തെരിത്താത്തനോടാട്ടോ താല്പര്യം. പിന്നെ വന്നത് ജസ്നെ അനിയത്തിയാക്കിയതിനു നീ പിണങ്ങണ്ട അരുണേ, നീ എൻ്റെ അനിയൻ കുട്ടനല്ലേ. ശൈലാസിസ്. ഓക്കെ, താങ്ക് യു. സന്തോഷ് കുമാർ, ജിതേഷിനോടുള്ള മറുപടി അടിപൊളി. എന്ത് ചെയ്യാനായിട്ടാ അവൻ അടുത്ത ഏതാ കക്കൂസ് എന്നറിയാൻ ഓന് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഓന് കക്കൂസ് ഏതാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. അത് നമ്മൾ പറഞ്ഞു കൊടുത്തേക്ക്, രണ്ടും ഇവിടെ ഉണ്ട്. ഓൻ ഏതിന് വേണമെങ്കിലും ഞാൻ വാരി കോരി കൊടുക്കും. അതിന് ഒരു മടിയും ഒരു ഇതും ഞാൻ കാണിക്കൂല. സന്തോഷേട്ടൻ എന്തോ ഒരു നെഗറ്റീവ് കിട്ടിയതിന് മുമ്പാ ഇപ്പം ഈ കൈ. പക്ഷെ സന്തോഷേട്ടൻ പറഞ്ഞ കാര്യം അസലാണ്. സന്തോഷേട്ടാ ഓൻ പറഞ്ഞില്ലേ സന്തോഷേട്ടാ, ഒരു വിവരവും ഇല്ലാത്ത ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. ആദ്യം പറഞ്ഞ തോർന്ന് നോക്കും ചോദിച്ച്, അത് കഴിഞ്ഞ് വേറൊന്ന് ചോദിച്ചു, പിന്നെ വേറൊന്ന് പറഞ്ഞു. ഈ മീശമാധവൻ സിനിമയിൽ പറഞ്ഞതിന്റെ മാതിരി ശുണ്ടി എന്ന് പറയാൻ പറ്റില്ല, ശന്തി എന്ന് പറയട്ടോ. ഇപ്പൊ ഈ നമുക്ക് കമന്റ് ഈ ഷീട്ടക്കഥ മാത്രമേ വരുന്നുള്ളൂ. എന്നാ ചെയ്യാനാ കൊച്ചുങ്ങളെ. നമുക്ക് പിന്നെ ഷാനവാസ്, നമ്മുടെ ഷാനവാസ് കമന്റ് ഇടുന്നവരുടെ ഉള്ള വാശിക്ക് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കുത്തു ഫിലിം കാണിച്ച് വാശി തീർക്കണം. തീർച്ചയായിട്ടും ഞാൻ ഷാനവാസിന്റെ തന്തയുടെയും തള്ളയുടെയും കുത്തു വീഡിയോസ് കിട്ടുമെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഷാനവാസെ, നീ എൻ്റെ ഈ ഒരു ഇതിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഐഡിയിലേക്കോ നീ നിന്റെ ഡാഡും മമ്മും ഡിങ്കോലാഫി ചെയ്യുന്ന വീഡിയോസ് ഒന്ന് നൈസായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നോ. ഞാൻ തീർച്ചയായിട്ടും ഇത് ഇവർക്കൊക്കെ കാണിച്ചു കൊടുത്തോളാം കേട്ടോ. പിന്നെ വന്നത് ഷാനവാസന്റെ ഭൂലോക അലവരാതികൾ. ഡാഡും മമ്മും ഷാനവാസിന്റെ. പിന്നെ ജിതേഷ് അതിന് ഒരു ഇത് ഇട്ടത് അയ്യോ മഹാപാപം. എന്തോ സൈക്കോ ആണ് കേട്ടോ, അയ്യോ മഹാപാപം. പിന്നെ ജിതേഷിന് കൊടുത്ത മറുപടി കേട്ടപ്പോൾ ഞാൻ ചിരിച്ചൊരു വഴിയായി. കൊടുക്കണ്ടേ പിന്നെ. അതിന് റീപ്ലേ നെറ്റ് പോയി, റീപ്ലേ നെറ്റ് കിട്ടുന്നില്ല കേട്ടോ കേട്ടോ. അപ്പൊ നമുക്ക് അവന്റെ കമന്റ് നോക്കാം. ക്ലാസിക് അല്ല, അതിന് ഇവന്റെ എന്താ വെപ്പറ്റി അല്ലേ, എന്റെ ക്ലാസിക് എന്താ ക്ലാസിക് ലാൻഡ് 1 2 3 ആദ്യം പോയിട്ട് മലയാളം എഴുതാൻ പഠിക്കും. ഇനിയിപ്പോൾ വെപ്പാട്ടിയാണ് എനിക്ക് എന്താടാ കുഴപ്പം, ഞാൻ നല്ല അന്തസ്സിന് കാണിച്ചിട്ട് നടക്കുന്നില്ലേ, ഒളിച്ചും പാത്തുമല്ലല്ലോ വെക്കുന്നേ. എന്നിട്ടെന്താ ചാവാതെ നീ നരകിച്ച് മരിക്കാനായിരിക്കും യോഗം. ഉമ്മ ഉപ്പ സഹോദരങ്ങൾ അവരാകും എന്താ ശാപം ഫലിക്കട്ടെ. ഓ ആയിക്കോട്ടെ, ഒക്കെ നിന്റെ തലയിലേക്ക് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. കർമ്മ. ഇതുപോലെ കേട്ട കഥ, ഇതുപോലെ കേട്ട കഥ എന്നതാ ഉദ്ദേശിച്ചേ? ഇപ്പൊ കൊറേ മറ്റേ എന്താ പറയാ സ്ഫുടത മാത്രല്ല കേട്ടോ, എന്ത് പറയണം എങ്ങനെ പറയണം ഏത് പറയണം എന്ന് അറിയാത്ത ടീമാ. എന്താ അയച്ചതെന്ന് പോലും മനസ്സിലാകുന്നില്ല. പിന്നെ വന്നത് ഒരു നാസർ കുളപ്പുള്ളി ഹംസ, ഒരു ലൈക്കും ഒരു റോസപ്പുമാണ്. താങ്ക് യു. ലൈക്ക് സുധീർ, ഒരു 2 നാണവും മാനവും ഇല്ലാത്ത വർഗങ്ങൾ,
ഒന്ന് നിന്റെ തള്ളി ഡാഡ്, നിന്റെ നിന്റെ തള്ളി. മമ്മ. ഓൾ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറഞ്ഞു. ഞാൻ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ആദ്യം ജിതേഷ് കമന്റ് ഇട്ടേക്ക് കരച്ച് സ്മൈല്. ഇവൻ ശരിക്കും ആരാ? ഇവൻ പാവാണോ ദുഷ്ടനാണോ എന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ വ്യക്തികൾ ആദ്യമായിട്ട് കാണുക. നേരത്തെ ഒരു ആരായാലും കമന്റ് ഇട്ട ഷാനവാസ്. ആ ഷാനവാസ് കമന്റ് ഇട്ടതിന് മഹാപാപം നയിച്ച്. പിന്നെ അവര് കണ്ണിലെ സ്മൈലിൻ്റെത്. ഏതായാലും ജിതേഷ് ഫോളോവർ ആണെന്ന് അറിയാം. നീ കണ്ടിട വീഡിയോ. നീ ഇപ്പൊ സുധീർ അയച്ചതിന് നമ്മളെ കരയുന്ന സ്മൈലില്ലേ, അതായത് ഇമോജി, അത് ഇട്ടേക്ക്. അപ്പൊ ഈ ഒരു വ്യക്തി, അതായത് ഈ ഒരു ജിതേഷ് പാവാണോ നല്ലവനാണോ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ വരുമ്പോ ഇതിപ്പോ എന്താ പറയാ, ഇപ്പൊ അടുത്ത ചിലപ്പോ നമ്മൾ തെറി അറിയിക്കുക. ഒരു റീത്ത രവിശങ്കർ എന്താ പണിയെടുത്ത് നെയ്വിക്ക് മകളായി ഇത് ഇന്ദു പിരുത്ത്. പണിയാടു നെയ്വുകു മകളായി ഇത് എന്ത് പെരുത്തു. നിങ്ങളെന്നെ കേട്ടോ കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ ഏതാ ഈ സിനിമ, എന്നെ കൂടെ നിദ്ര വേക്കൂ. ആശാത്തി അയച്ചാട്ടോ മെസ്സേജ്. എന്നതാടേ മംഗ്ലീഷ് ഒന്ന് അടിച്ച് പഠിക്കട്ടെ. പണിയെടുത്ത് ജീവിക്കും മക്കളെ, പണിയെടുത്ത് ജീവിക്കും മക്കളെ, ഇതെന്ത് പിരാന്ത്. ഇതാണ് ഉദ്ദേശിച്ചത്. അതാണ് കവി ഉദ്ദേശിച്ചത്. രൂപത്തിന്റെ പേരൊന്ന് പറ. റീത്ത രവിശങ്കർ. നോക്കിട്ടോ, കണ്ടോ? റീത്ത രവിശങ്കർ. പണിയെടു എന്താ നെയ്വുകു മകളായി മക്കളായി ഇത് ഇതു ഉണ്ടോ? എന്ത് പറയാനാ? എന്നെ കൂടെ നിദ്ര വെക്കും. അല്ല പിന്നെ നെക്സ്റ്റ് വന്നത്, ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കൃഷ്ണൻകുട്ടിയാണ് വീഡിയോസും കാണാറുണ്ട്. പക്ഷേ തെറി പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അഭിപ്രായം ഇല്ലാതാകും. ഇതൊരു പോസിറ്റീവ് കമന്റ് ആണ്. എന്നെ ചീത്ത വിളിക്കല്ലേ. അയ്യോ, ചീത്ത വിളിക്കില്ല. അതെന്താണെന്നറിയോ? നമ്മൾ തെറി വിളിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ കൃഷ്ണൻകുട്ടി ചേട്ടാ? ചേട്ടൻ്റെ മക്കള് ചെറിയ പിള്ളേർ എന്ന് വെച്ചാൽ എട്ടും മുട്ടും തീരാത്ത പിള്ളേർ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ പബ്ലിക്കിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ അതിനെ പ്രതികരിക്കൂലേ? അത്രയും ഞങ്ങളും ചെയ്തിട്ടുള്ളൂ കൃഷ്ണൻകുട്ടിയേട്ടാ. അല്ലാതെ നിങ്ങൾ പിന്നെ കൃഷ്ണൻകുട്ടിയുടെ പറഞ്ഞാൽ നിങ്ങൾ ചീത്ത പറഞ്ഞ ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. കാരണം ഞങ്ങളതായ രീതിയിൽ സപ്പോർട്ട് കാര്യമുണ്ട്. നമ്മളെ കയറി ചൊറിയാൻ വരും, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചൊറിയാണ്ടിരിക്കാൻ പറ്റും കേട്ടാ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ പറഞ്ഞ കൃഷ്ണൻകുട്ടിയുടെ മക്കളെ പറ്റി ഞാൻ വെറുതെ ഒരു വീഡിയോസും തോന്നിയാസം പറഞ്ഞ് ഇട്ടാൽ കൃഷ്ണൻകുട്ടിയേട്ടൻ നന്നല്ല, ഒരു അച്ഛനമ്മമാരും നോക്കി നിൽക്കൂല, നല്ലോണം പ്രതികരിക്കും. നമ്മുടെ നിയമത്തിന് ഒരു ഇതുണ്ട്. ഹണി റോസിനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ നീതി കിട്ടും, നമുക്കൊന്നും നീതി കിട്ടൂലടേ. ഞങ്ങൾക്ക് കുറെ പരാതി കൊടുത്തതാണ്. എൻ്റെ മോൻ്റെ കൈപ്പടലിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. എന്തരോ ആവുമെന്നൊന്നും അറിയില്ല. മറ്റേ ചൈൽഡുകാർ വരെ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നൊരു നടപടി കിട്ടുകയാണെങ്കിൽ ഈ തെറിവിളി അവിടെ തൊട്ട് നിർത്തും. പിന്നെ വന്നത് ഒരു സജീന റഷീദ്. നിങ്ങൾ രണ്ടും ഒരു വീട്ടിലാണെന്ന് പറഞ്ഞു. ഉടനെ വരും ആൾക്കാർ. എന്തിന് സദാചാരാണോ ഉദ്ദേശിക്കുന്നേ? നിങ്ങൾ രണ്ടും ഒരു വീട്ടിൽ ആണെന്ന് പറഞ്ഞു, ഉടൻ വരും ആൾക്കാർ. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി? സദാചാരാണെങ്കിൽ വരുന്നവന്റെ കാലടിച്ച് പൊട്ടിച്ചിട്ടേ ഞാൻ തിരിച്ചു വിടുള്ളൂ. വരട്ടെ. പിന്നെ അതേ സെയിം ആളെന്നെ സജിന റസീദ്. കമന്റ് വായിക്കുമ്പോൾ വിഷമം വരാറുണ്ട്. ബോൾഡായി നിൽക്കുന്നവർ കുറവാണ് ജസ്ന. കമന്റ് വായിക്കുമ്പോൾ വിഷമം വരുന്നത് എന്തിനാ? നമ്മളോട് പറയുന്നത് നമ്മൾ തിരിച്ചു പറയുന്നത്, അത്രയല്ലേ ഉള്ളൂ. പിന്നെ രഘു ഹാർട്ടും ലൈക്കും പിന്നെ സൂപ്പറും. ഉനൈസ് മുഹമ്മദ്. അരുണിന്റെ കുണ്ണയുടെ അഹങ്കാരം ആണ് നിനക്ക്. ഉനൈസേ നിന്റെ അങ്ങനല്ല, ഞാൻ കൊടുക്കാം. നീയല്ല, അതിന് ഞാൻ കൊടുക്കാം. നിന്റെ ഡാഡിയുടെ ഈ പറഞ്ഞ സാധനത്തിന്റെ അഹങ്കാരമാടാ ഇന്ന് നീ ഇങ്ങനെ നിന്നിട്ട് ഇവന് കമന്റ് ഇട്ടത്. ഓക്കെ, സത്യമായിട്ടും എന്റെ ഡാഡിന്റെ കുണ്ണയ്ക്ക് നല്ല വലിപ്പുണ്ടാവും. അതിന്റെ അഹങ്കാരമാണ് നീ ഇപ്പൊ ഇവന് കമന്റ് ഇട്ടത്. പിന്നെ വന്നത് നാദിറ നദി. ജസ്റ്റ് എത്താ നല്ലോണം മറുപടി കൊടുക്കണം. ഇത്താ
കൊടുത്തേ പറ്റുള്ളൂ നാദിറ, അല്ലെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. റിൻസി മോൾ, ഹായ് ചേച്ചി ചേട്ടാ, എൻ്റെ പേര് റിൻസി. ഞാൻ നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണാറുണ്ട്. താങ്ക് യു. ഫസ്റ്റ് ടൈമാണ് കമൻറ്റ് ഇടുന്ന. എനിക്ക് നിങ്ങളെ രണ്ടാളെയും ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. പിന്നെ ഹാർട്ടിൻ്റെ ചിഹ്നം വന്ന്. പിന്നെ നമ്മൾ എന്താണെന്ന് നമുക്കറിയാം. അറിയുന്ന കാലത്തോളം മറ്റുള്ള ആരെയും ബോധിപ്പിച്ച് ജീവിക്കണ്ട. ചേച്ചി നിങ്ങൾ എന്നും ഹാപ്പി ആയിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു എടാ. ഈ ഒരു കമൻറ്റ് ഇട്ട ഈ ഒരു റിൻസിമോ ഉണ്ടല്ലോ, ഈ ഉള്ളിന്ന് എഴുതി വരിക്കാനുള്ള ഓക്കറിയാം അതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അനുഭവിച്ചുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അയച്ചു നോക്കുന്ന നല്ലൊരു കമൻറ്റാ. കൂടെ ഉണ്ടാവും മുമ്പ് നമ്മളോട് പറയുന്ന ആൾക്കാരും നമുക്ക് തോന്നുന്ന ആൾക്കാരും ഇല്ലേ, അതിലൊരാളാണ് ഈ മോള്. ചേച്ചിയാണോ മോളാണോ എന്നറിയില്ല, ആരാണെങ്കിലും. അരുണേട്ടാ ഹായ്. പിന്നെ ജസ്ന ഹായ്. എൻ്റെ മോളാണ്. എനിക്ക് ഹായ് പറയാൻ ആരുമില്ല. ഷിഹാൻ ഹായ്. ഷിഹാൻ എടാ ഷിഹാനെ അനക്ക് എന്താ, എനിക്ക് ഹായ് പറയാൻ ആരുമില്ല. ഷിഹാൻ ആരുമില്ലെങ്കിൽ അത് ഷിഹാനെ, അത് അരുണേട്ടാ ഹായ്. പിന്നെ ജസ്ന. അപ്പോഴാണ് അവൻ അതിന് കമന്റ് ഇട്ടത്. എനിക്ക് അത് ഹായ് ഇപ്പൊ മുക്കി ഞാൻ ഹായ് പറയുള്ളൂ. ഷിഹാന് ഞാൻ വേറെ ഹായ് പറഞ്ഞു. ഷിഹാനെ ഹായ് ട്ടോ. എനിക്ക് ഹായ് പറഞ്ഞു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഷിഹാൻ മോന് ഒരു ഹായ് കൊടുത്തേക്കണേ. എല്ലാരും ഷിഹാനോ ഷിഹാൻ ഹായ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടേക്കണേ. ഷിഹാൻ 4354 ട്ടോ. എല്ലാരും ഷിഹാൻ ഹായ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടേക്കണേ. ഓന്റെ വിഷമം നമുക്ക് മാറ്റി കൊടുത്തേക്കാം. ഈ ഷിഹാൻ ആരാന്നറിയോ? ഇതിന് മുമ്പ് നമുക്കൊരു എന്തോ ആവട്ടെ. പിന്നെ സൈനബ, എന്തിനാ മോളെ റീപ്ലൈ കൊടുക്കുന്നത്? നിങ്ങളിൽ സത്യമുണ്ടെങ്കിൽ ആരെയും പേടിക്കണ്ട. സത്യമില്ലാഞ്ഞിട്ടല്ലത്താ, പക്ഷെ നമ്മുടെ മക്കളെ പറയുമ്പം ആർക്കായാലും പൊള്ളൂലേ. തങ്ങൾക്കും എനിക്കൊക്കെ പൊള്ളൂ, അതുകൊണ്ട് മറുപടി കൊടുക്കുന്നതാ. ആമീസ് അടുക്കള കേട്ടിക്കല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മക്കളെ, എന്നെയും ഒന്ന് സപ്പോർട്ട്. എന്നെയും ഈ ആമീസ് അടുക്കളക്ക് ഒരുപാടായി എനിക്ക് മെസ്സേജ് ചെയ്യുന്നു, എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പ്രേക്ഷകരടുത്ത് എന്നെ ഇവിടം വരെ എത്തിച്ച പ്രേക്ഷകരോട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ കമൻറ്റിന് താഴെ വന്ന് നമ്മളോടൊരു സഹായം ചോദിക്കുന്ന ആളെ നമ്മളൊരിക്കലും കൈ ഒഴിയാൻ പാടില്ല. അപ്പം ആമീസ് അടുക്കള എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേജ് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നില്ലേ ഒരു ആമീസ് അടുക്കള എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. കാരണം നമ്മൾ ശരിക്കും പറയാച്ചാൽ നിങ്ങളുടെയൊക്കെ ഔദാര്യമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ. നിങ്ങൾ ഈ വീഡിയോ കാണാനുള്ള മനസ്സ് കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ആ കുട്ടിയുടേതും. അപ്പോൾ ആ കുട്ടി അങ്ങനെ നമ്മളുടെ അടുത്തൊരു റിക്വസ്റ്റ് ചെയ്യുമ്പം നമ്മളൊരു ഫാമിലിയാണ്, നമ്മൾ അതിനെ കൂടെ ചേർത്ത് പിടിക്കണം. അപ്പം ആമീസ് അടുക്കള എന്ന് പറഞ്ഞ് ആളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതേപോലെ ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ആമീസ് അടുക്കള ലവ് ആർട്ട്, പിന്നെ ആയിഷ ലവ്, പിന്നെ ലൈക്ക് ഒരു സ്മൈൽ കേട്ടോ. പിന്നെ സഫീന എന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. സഫീന എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അവളുടെ ലൈവ് പോയിട്ട് ഞാൻ ജസ്നയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ എടുത്തു കളയടാ ഷിഹാനെ എന്ന് അവൾ ഉത്തരവിട്ടു. അതെ മോനെ, ഷിഹാനെ ഓൾറെഡി ഒന്ന് കിട്ടിയത്. അതും ഇപ്പോഴൊന്നല്ലടി, 16 കൊല്ലങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഈ വരുന്ന ജനുവരി 18-ാം തീയതി എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 16ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടോ. അപ്പം ഞാൻ മോനെ മുതുക്കി തള്ളയാടാ, ഈ കാണുന്നതൊക്കെ മേക്കപ്പാടാ, അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, നീ എന്നെ ഒരു ചേച്ചിയായിട്ട് കണ്ടോട്ടോ. പിന്നെ ഷിഹാൻ അടുത്തത് ജിതേഷ് ചന്തിയുടെ ആളാണെന്ന് തോന്നുന്നു. ചന്തിയുടേതല്ല, മറ്റതിൻ്റെ ആളാ, തീട്ടത്തിൻ്റെ ആളാ. പിന്നെ വന്നത് നിഷാദ് മഹിൻ, ലൈക്ക്. പിന്നെ ചിഞ്ചിഞ്ച ചൈനീസ് ഹാർട്ട്, ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ജംഷി സിറാജ മിസ് സിറാജ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോളൂ. എന്തിനാ ഈ കമന്റിൽ മറുപടി കൊടുക്കുന്നത്?
ഒന്ന് പറയും. എന്തിനാ കമൻറ്റിന് മറുപടി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെ പുറത്തിറങ്ങുന്ന സമയത്തോ നമ്മളെ ആര് കാണുമ്പോഴും എന്നെയാണെങ്കിലും ഈവൻ അരുണിനെയാണെങ്കിലും ആര് കാണുമ്പോഴും പറയുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ വീഡിയോൻ്റെ കമൻറ്റ് ഞങ്ങൾ നോക്കാറുണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കമൻറ്റൊക്കെ കാണുമ്പം നമ്മൾക്ക് എന്താണ് തോന്നുന്നത്, ഇപ്പം ഇതിനൊക്കെയുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടിയില്ലേ, ഞങ്ങൾ എന്തെന്നാണ് ആ കമൻറ്റിനെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് അത് നിങ്ങൾക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കമന്റിന് മറുപടി കൊടുക്കുന്നത്. അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും പറയണം. അതുകൊണ്ടാണ് ഞങ്ങൾ കമന്റ് കടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞൂടെ. മനുഷ്യന്മാരായ മൂടിക്കെട്ടാൻ പറ്റൂല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അത് എനിക്കും അറിയാവുന്ന 1000 കുടത്തിന്റെ വാ മൂടി കെട്ടിയാലും ഒരു മനുഷ്യന്റെ വാ മൂടി കെട്ടാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾക്ക് ഇത് ഉള്ളത് കൊണ്ട് നമ്മളതിന് മറുപടി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വൈറസാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾക്ക് പറയാനുള്ളത് എത്രത്തോളം ആൾക്കാർ കമൻറ്റ് ഇടുന്നു അത്രത്തോളം നമ്മൾ മറുപടി കൊടുക്കും. 1 ഡേൻ്റെ കമൻറ്റിൻ്റെ മറുപടി മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ അവർ കമൻറ്റ് ഇട്ടാൽ അവർക്ക് മറുപടി കിട്ടാതെ പോവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണ് മാക്സിമം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അത് 24 hours ഉള്ളിൽ കാണണം. അന്നപ്പേ ഞങ്ങൾക്ക് ആ മറുപടിക്ക് കമൻറ്റ് തരാൻ പറ്റുള്ളൂ. കമൻറ്റ് തന്ന വീഡിയോസിന് പിന്നെയും ഞങ്ങൾ മറുപടി തരൂല. പിന്നെ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, ഈ കേൾക്കുന്ന ഈ നെഗറ്റീവൊക്കെ ഞങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ഒക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാത്രം, അല്ലാതെ നമ്മൾ ഇതൊന്നും തലക്ക് കൊടുക്കുന്നില്ല. തലക്ക് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ അപ്പോൾ എന്തും ഞങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കും. കുഞ്ഞുങ്ങളെ പറയുന്നത് ഒഴികെ. ആ കുഞ്ഞുങ്ങളെ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോ ഒരു വെടിപ്പുരയ്ക്ക് 8ന്റെ പണി കൊണ്ട് കുത്തിരിക്കുന്നത്. കഴിഞ്ഞില്ല, അവള് നിർത്തിപ്പോയി. പക്ഷെ ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ വെടിപ്പുര ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ തെരുത്താത്ത കാണാണ്ട് നിൽക്കൂലല്ലോ. കാണുന്നുണ്ടെങ്കിൽ നീ വെയിറ്റ് ചെയ്യടാ, നിന്നെ ഞാൻ കാണാൻ നിന്നെ ഞാൻ കാണാൻ വരും. ഞാൻ മജീദിനുണ്ടായതാണെങ്കിൽ നിന്നെ ഞാൻ കാണാൻ വരും. നീ ഉറപ്പിച്ചടി. ഇല്ലെങ്കിൽ നീ പറയുന്നത് പോണം അങ്ങനെയാന്ന് കൂട്ടിയാൽ മതി. ഞാൻ മജീദിനുള്ളതാണെങ്കിൽ ഞാൻ നിന്നെ കണ്ടിരിക്കും, ഉറപ്പിച്ച നീ കേട്ടോ. കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തരും. അതൊന്നല്ല കേട്ടോ, ഒന്നേ ഉള്ളൂ വിചാരിച്ചിട്ട് ഒരടിയല്ല സാരല്ല, കുറെ കിട്ടുന്നല്ലേ കിട്ടിയതിലൊന്നല്ലേന്ന് വെച്ച്. പക്ഷെ കിട്ടിയതിൽ ഏറ്റവും മികച്ചത് എൻ്റേതായിരിക്കും കേട്ടോ. ഏറ്റവും മികച്ചത് നിനക്ക് ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ. നിനക്ക് പോരാത്തതിന് നിന്റെ മക്കളെ ഞാൻ ശരിക്കും നിന്റെ മക്കളെ തല്ലണം. പക്ഷെ അത് ഞാൻ ചെയ്താൽ നീയും ഞാനും ഒരേപോലെ ആയി പോകും. അത് മക്കളെന്ന് പറയാൻ പറ്റില്ല, മുതുക്കന്മാരെന്ന് പറയണം. ശരിക്കും ഓട്ടിസം ബാധിച്ച പിള്ളേരെ പോലുള്ള ഇതാണ്. ഇനി അതിന് കമൻറ്റ് ഇടണ്ട, ഓട്ടിസം ബാധിച്ചവരെ കളിയാക്കി എന്ന് പറയുന്നത്. ഓട്ടിസം ബാധിച്ചത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാലാക കുട്ടികളാണ്. ഇവനത് പോലെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അണ്ണനുണ്ടായതാണ്, തമിഴനുണ്ടായതാണ്. തമിഴൻ ലുക്ക, തമിഴനും മലയാളിയും കൂടി കലർന്നാൽ ഒരു ലുക്ക് ഉണ്ടാവില്ലേ, ആ ലുക്കാണ് ഇവളുടെ മോനുള്ളത്, മൂത്ത മോന്. രണ്ടാമത്തെ മോനെന്ന് വെച്ചാൽ വെറും എന്താ പറയുക, ഒരു പട്ടിയുടെ മുഖം അങ്ങനെ തന്നെ പറയണം. അങ്ങനത്തെ ഒരു മോനാണ് രണ്ടാമത്തെ മോനും. അപ്പോൾ ഇവളുടേത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് തെരുത്താത്തക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നത്. ഇന്നും കൂടി ഞാൻ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, നിങ്ങളുടെ ശ്രദ്ധക്കായിട്ട്. ജസ്റ്റ് ഒരു വോയിസ് കേൾപ്പിച്ചു തരാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് നേരം നോക്കി അവിടെ നേരം ഒന്ന് വെച്ചിട്ട് സ്ഥലപ്രസവനെ പോയില്ലായിരുന്നോ, നമുക്ക് നാളെ കൃഷ്ണനെ വരയ്ക്കാതെ കൃഷ്ണനെ വരച്ചോ. ഈ ചെന്നല്ലാണ്ട് ഒരാൾ പറയുന്നു. അപ്പൊ ഞാൻ ചേച്ചി വെച്ച് പറഞ്ഞു നിമ്മക്കൊന്ന് ജസ്നേനെ കാണണം എന്നൊക്കെ ആക്കിയോ. പിന്നെ മോളെ ഇങ്ങനെ ഞാൻ ഒരു സ്വന്തം ചേച്ചിയില്ല മാതിരി പറയട്ടെ മോളെ, പറയുന്നവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. മോള് വൃത്തികെട്ട ഭാഷയൊന്നും ഫോണിൽ പറയരുത് കേട്ടോ. സ്നേഹം കൊണ്ട് പറയാനേ മോളെ, എന്താണെന്നറിയോ, എല്ലാവരും ഒരുപോലെയായി പോകരുത് കേട്ടോ. പറയുന്നവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, മോളൊന്നും പ്രതികരിക്കണ്ട. നീ കൃഷ്ണനെ വരയ്ക്കുകയാണെങ്കിൽ കൃഷ്ണനെ വരച്ചോ. ജീവിച്ച മറ്റല്ലാണ്ട് ഒരാൾ പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോയാൽ പിന്നെ അതേ ഇതുണ്ടാവും. അതുകൊണ്ട് മോള് കുട്ടികളെ നോക്കി അപ്പം ഇന്ന് എനിക്ക് ഒരു ചേച്ചി എനിക്ക് അയച്ച വോയിസ് ആണ്. അപ്പൊ അത്രത്തോളം ഞാൻ ഈ തെറി വിളിക്കുന്നത് അത്രത്തോളം ഇവിടെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാർക്കും വിഷമമുണ്ട്. കാരണം
അറിഞ്ഞുകൊണ്ട്, അതായത് നമ്മളൊരാളാ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തെറി വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കല്ല, സാഹചര്യം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന. കാരണം ഇപ്പൊ ചേച്ചി ചിലപ്പോ ആ ചേച്ചി അറിയുന്നുണ്ടാവും എന്തിനാണ് വിളിക്കുന്നത്. കാരണം ഇവര് വിളിക്കുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ആയിരിക്കും, പക്ഷെ പുറത്തുള്ള ആൾക്കാരോട് പറയാണ്. കാരണം ചിലപ്പോൾ മേ ബി എന്താണെന്ന് വെച്ചാൽ ഇവള് വിളിക്കുന്നത് മാത്രമായിരിക്കും ആൾക്കാർ കാണുന്നുണ്ടാകാം. അങ്ങനത്തെ ടീമും ഉണ്ടാവും. എപ്പോൾ വീഡിയോ എടുത്താലും ഇവള് തോന്നിയാസം വിളിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആ വെടിപ്പൂരൻ്റെ വീഡിയോ ആരും കാണുന്നുണ്ടാവില്ല. അവള് പറയുന്നത്, അവള് മക്കളെ പറ്റി പറയുന്നത്, നിന്റെ അമ്മേനെ പറ്റി പറയുന്നത്, അതൊന്നും എവിടെ ഉണ്ടാവില്ല. പക്ഷെ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി, കാരണം ഇവളത് മാത്രം യൂട്യൂബ് ചാനലിൽ കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കണക്കാക്കുന്നത് എന്താ, ഇവളെന്ത് ഇങ്ങനെ വെറും തോന്നിയാസം പറയുന്നത്. ഇപ്പം ഇവള് പറയുന്നതേ ഉണ്ടാവും, ഇവള് പറയുന്നത് മാത്രം തോന്നിയാസായിട്ട് കാണുന്നത്. കാരണം എല്ലായിടത്തും എത്തുമ്പോൾ എന്താ വെച്ചാൽ ഇവളാണ് തോന്നിയാസം പറയുന്നത്, മറ്റുള്ളത് എവിടെയല്ല. അതുകൊണ്ടാണ് ഓരോരുത്തരും മെസ്സേജ് അയച്ച് കാണിക്കുന്നത്. അപ്പൊ ചേച്ചി ഇന്ന് എനിക്ക് മെസ്സേജ് ചെയ്താണ്, ആരോ എന്തോ പറഞ്ഞോട്ടെ, നീ തിരിച്ച് തെറി വിളിക്കരുത്, അവര് നീയും ഒരുപോണായി പോകും. അത് ഞാൻ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്ന. പക്ഷെ എന്റെ ഗതികേടുകൊണ്ടാണ് ഗതികേടുകൊണ്ടല്ല, ഒരിക്കലും ഗതികേടുകൊണ്ടല്ല. ഞാൻ ഇനിയിപ്പോ നാളെ ആണെങ്കിലും ഞാനാണെങ്കിലും വിളിക്കും. കാരണം സ്വന്തം മക്കളെ, സ്വന്തം അമ്മമാരെയും പറ്റി പറഞ്ഞാൽ ഒരിക്കലും അത് ഗതികേടുകൊണ്ട് വിളിക്കുന്നതല്ല, മനസ്സ് അറിഞ്ഞ് എന്നെ വിളിക്കുന്നതാ. ഇവളിപ്പോൾ പറയുന്ന ഗതികേടുണ്ടെന്ന് പറഞ്ഞില്ലേ, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറയാണ്. കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല. സ്വന്തം മോന ഈ കണ്ടവൻ്റെ കുണ്ടറടിക്കാൻ പോവല്ലേ, മോള് കൂട്ടിക്കൊടുക്കാൻ പോവല്ലേ, എൻ്റെ അമ്മ 18 പേർക്ക് വേശിയായല്ലേ, 18 പേർക്ക് കിടന്നു കൊടുത്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഏത് അച്ഛനമ്മമാർ ഏത് മക്കളാണ് കുഞ്ഞുങ്ങളെ കുറിച്ച് ഈ സ്ത്രീ പറഞ്ഞതെന്നറിയാം. എൻ്റെ മോന് 14 വയസ്സും മോക്ക് 10 വയസ്സുമാണ്. ഈ 10 വയസ്സുള്ള മോള് ശരീരം വിറ്റ് ജീവിക്കല്ലേ എന്ന് ചോദിക്കുമ്പം ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ശരിക്കും ഇവളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാ. ആ തള്ള കോട്ടയത്തായി പോയിട്ടാ, ഇവിടെ കോഴിക്കോട് ജില്ലയിലാണ് കേറി ഞാൻ വെട്ടുമായിരുന്നു, ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ല. ഇവളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആരാണെങ്കിലും എന്താ പറയാ പറഞ്ഞു പോവും. കാരണം സ്വന്തം മക്കളെ പറ്റി ആ സ്ത്രീ ഉണ്ടല്ലോ, എന്റെ ഒരാളുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല കേട്ടോ, അനേകം. ഈ സ്ത്രീക്ക് ആരോടെങ്കിലും, ഈ സ്ത്രീ ഫെയിം ആയിട്ടുള്ള ആൾക്കാരെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവരുടെ കുഞ്ഞുങ്ങളുടെയും അവരുടെ മാതാപിതാക്കളെയും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ഈ സ്ത്രീ വീഡിയോ ഇടും. എന്നിട്ട് ഈ സ്ത്രീ സൈലന്റ് ആയി നിൽക്കും. എന്നിട്ട് ഈ സ്ത്രീ ഇവരുടെയൊക്കെ പേരിൽ തിരിച്ച് കംപ്ലൈന്റ് കൊടുക്കും. ഇതാണ് ഈ സ്ത്രീ. ഒരു കൊലപാതകം വരെ നടത്തിയ പെണ്ണുങ്ങളാണത്. ഹാൻഡിക്യാപ്റ്റഡ് ആണ് എന്നുള്ള ഒരൊറ്റ ഇത് കൊണ്ട്, ഹാൻഡിക്യാപ്റ്റഡ് ആണ് എന്നുള്ളതല്ല കേട്ടോ, ഒരു ആക്സിഡന്റിൽ പറ്റിയതാണെങ്കിലോ അല്ലെ ജന്മനാ കിട്ടുന്നതാണെങ്കിലോ ആണ് ഹാൻഡിക്യാപ്റ്റ്. ഒരു സന്ദർഭത്തില് സ്വന്തം ഭർത്താവ് വേറൊരു ചെങ്ങായിനെ വീട്ടിൽ കയറുന്ന കണ്ടിട്ട് ആ വീട്ടിൽ കയറിയ ചെങ്ങായിന്റെ മുമ്പിൽ ഭാര്യന്റെ നട്ടല് അടിച്ച് ചവിട്ടിയിട്ട് പൊട്ടിച്ചാല് ഒരിക്കലും ഹാൻഡിക്യാപ്ഡ് എന്ന് പറയൂല കേട്ടോ. ജന്മനാ കിട്ടുന്നതൊക്കെ ഹാൻഡിക്യാപ്ഡ്. അപ്പോൾ അവള് ഒരിക്കലും ഹാൻഡിക്യാപ്ഡ് അല്ല, സ്വന്തം ഭർത്താവ് തല്ലി ഓടിച്ചത്. അവളുടെ കാലി 1 എന്നുള്ളത് 1.5 പോയത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് കണ്ടമാനം കേസിലൊക്കെ നിൽക്കും. നമ്മളെ പ്രൊവോക്ക് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കാം. അപ്പൊ നമ്മൾ തിരിച്ച് കേസ് കൊടുത്തു കഴിഞ്ഞാല് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, എനിക്ക് കാല് സുഖമില്ല, ഞാൻ വീൽ ചെയറിലാണ്, എനിക്ക് വരാൻ പറ്റൂല എന്നുള്ള പറച്ചില്. മേ ബി അങ്ങനെ ആവുമ്പോ എന്താക്കൂ, ഇപ്പൊ കോടതി ആണെങ്കിലും പറയല്ലോ, പോലീസുകാരാണെങ്കിലും പറയല്ലോ, ഹാൻഡിക്യാപ്ഡ് ആണല്ലോ, അത്ര ദൂരം വരണല്ലോ എന്നുള്ളതിൽ ഓരോ ഒഴിവാകും. ദൂരം വരുന്നതും അതേപോലെ സ്ത്രീനെ അറസ്റ്റ് പക്ഷെ ഈ ഹാൻഡിക്യാപ്ഡ് ഉള്ള വ്യക്തിക്ക് വീഡിയോ ചെയ്യാനും കാർ ഓടിച്ചു പോവാനും അപ്പുറത്ത് പോയിട്ട് വേറൊരാളെ വീട്ടിൽ പോയിട്ട് കച്ചറ ഉണ്ടാക്കാനും അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെടുത്ത് വന്നിട്ട് നമുക്ക് കാണാം, ഷോർട്സ് കാണാം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. മതം പറയുന്നത് ഓരോരോ മതത്തിനെ പറ്റി പറയുന്നത് തന്നെ കേട്ടാൽ തോന്നും അതിനൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക, മണ്ണെണ്ണ ഒഴിച്ചിട്ട് അല്ലെ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കാൻ തോന്നും. അത്രയും വൃത്തിയിട്ട വാക്ക് അത് പറയുന്നത്. അപ്പോൾ അത് പറയുന്നിടത്തോളം അതിൻ്റെ വൃത്തിയിട്ട വാക്ക് പറയുമ്പോൾ നമ്മൾ ആ പറയാണ്ട് നിൽക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പ്രതികരിച്ചു പോകുന്നതാണ്. ആരും പ്രതികരിച്ചു പോകും. നാളെ ഈ ഒരു അവസ്ഥ ആ ചേച്ചിക്കോ അല്ലെ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരാളും മിണ്ടാതെ നിൽക്കൂല. കാരണം അവളെ ഓപ്പോസിറ്റ് അവളെ സൈഡിൽ നിന്ന് വരുന്ന സംസാരം അതാണ്. ഒരിക്കലും അവൾ നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. ഓളെ വീഡിയോസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഞാൻ ഇട്ട പേര് വെടിപ്പുര ബീവി എന്നാണ്. ആ ഒരു ആളെ യൂട്യൂബ് ചാനൽ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു വീഡിയോസിൽ നല്ലൊരു രീതിയിൽ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. എല്ലാ വീഡിയോവും മറ്റേത് മറിച്ചത് തോന്നിയാസല്ലാണ്ട് ഒന്നും പറയുന്നില്ല.
സ്വന്തം മക്കൾ അമ്മമാരെ വരെ വേശിയാന്നും പഞ്ചായത്ത് മെമ്പർ അടക്കം കുറേ ആൾക്കാർ കളിച്ചതല്ലേന്നും പറഞ്ഞ് നടക്കുന്ന ഓളൊക്കെ തോന്നിയാസല്ലാണ്ട് എന്താ വിളിക്കണ്ട്. നമ്മുടെ നാവ് കേട് വരും നമുക്കറിയാം, ചോറ് നിന്ന് നാവാ, പക്ഷെ എന്താക്കാൻ അഗ്രഹേട് കൊണ്ടാണ്. അപ്പൊ അല്ല നേരത്തെ അവള് പറഞ്ഞാല് ഓള് കോഴിക്കോടല്ലാത്തോള് ഭാഗ്യ വിട്ടുകയായിരുന്നു, ഉറപ്പായിട്ടും ഞാൻ വിട്ടു. കയറി പോവാൻ ജയിലിൽ കിടന്നു. എന്താ വെച്ചാൽ ഓളെ കാര്യം വെച്ച് നോക്കുമ്പോ അല്ല ഓളെ കാര്യം വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു 100-99% ആൾക്കാരും ഞങ്ങളെ അല്ലെങ്കിൽ ഇന്ന ജയിലിൽ ഇറക്കാൻ നിൽക്കും. അത് ഉറപ്പാ. ഓളെ കൊന്നാലും അത്രയും സപ്പോർട്ട് ഉണ്ട് നമുക്ക്. ഓക്ക് ആരും നിൽക്കൂല. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പം ഒരാളെ ഒരു സോഷ്യൽ മീഡിയൻ്റെ മുമ്പിൽ വന്ന് കോഴിക്കോടായിരുന്നെങ്കിൽ വെട്ടുന്ന വരെ പറയണമെന്നുണ്ട്. അവൾ അത്രത്തോളം നമ്മളെ ഫാമിലിനെ നാറ്റിച്ചോട്ടെ, എന്നെ നാറ്റിച്ചോട്ടെ, ഹസ്ബൻഡിനെ നാറ്റിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ കാണിക്കരുത്, അത് ഞാൻ സഹിക്കൂല. ഇനി എപ്പോഴും ഞാൻ പറയാം, ഇനി അവർക്ക് ആരെങ്കിലും സപ്പോർട്ടായിട്ട് വീഡിയോസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകം ഞാൻ പറയുന്നത് 5 പൈസ ആരാ ഈ ഇവളിടുന്ന വീഡിയോക്കൊക്കെ മൂട് താങ്ങുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു മൊയന്ത ഒരു വണ്ണിങ്ങനെയുള്ള ഒരു സാധനം. അപ്പോൾ ഞാൻ പറയാണ്, ഓളെ മൂട് താങ്ങി നടക്കുന്ന ആൾക്കാരോട് അവൾ പൈസേൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പൈസ ചോദിക്കും, ഗൂഗിൾ പേ നമ്പർ അയച്ചു തരും. അല്ല അയച്ചു കൊടുക്കുന്നവർ അയച്ചു കൊടുത്തോ, അല്ല അയച്ചു കൊടുക്കുന്നവർ അയച്ചു കൊടുത്തോ, പക്ഷേ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം അയച്ചു കൊടുക്കാൻ. ഇപ്പോൾ അയച്ചു കൊടുത്തിടത്തോളം ആൾക്കാർക്ക് ചോദിക്കാൻ വരുമ്പോൾ അതിൻ്റെ മോളെ നമുക്ക് വാങ്ങാൻ പറ്റിയ വാങ്ങിക്കോ എന്നുള്ള ഡയലോഗൊക്കെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിച്ച ദുഃഖിക്കേണ്ട. നമ്മൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മറുപടിയായിട്ട് കമൻറ്റിൻ്റെ മറുപടിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കൂ. അത് എത്രയും പെട്ടെന്ന് 24 hours കൊണ്ട് മാത്രമേ ഞങ്ങൾ ഇതിന് മറുപടി തരുള്ളൂ. ഇന്നലെ തരേണ്ടതായിരുന്നു, പക്ഷേ ഇവന് പനി ആയതുകൊണ്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തോ അത് അറിയിച്ചോളൂ. മറുപടി തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, അപ്പം ടാറ്റാ, ബൈ ബൈ.